ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സിപിഎം നേതാവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എ പത്മകുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് എ പത്മകുമാറാണെന്നാണ് SITയുടെ കണ്ടെത്തൽ. കുമാറിന്റെ വീട്ടിൽ പോറ്റിയുമായി ഗൂഢാലോചനകൾ നടന്നുവെന്ന് SITയുടെ അന്വേഷണത്തിൽ വ്യക്തമായി. സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് പത്മകുമാറിന്റെ അറിവോടെയാണ്. കേസിൽ നേരത്തെ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ മൊഴിയും പത്മകുമാറിന് കുരുക്കായി. വിവരങ്ങളുമായി S വിനീഷ് ചേരുന്നു. വിനീഷ്, വലിയ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. മണ്ഡലകാലമാണ്, വിശ്വാസികളുണ്ട്. അവർക്ക് മുന്നിലേക്കാണ് എ പത്മകുമാർ എന്ന CPMന്റെ നേതാവിനെയും കൊണ്ട് പോലീസ് സംഘം എത്തിയത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കോടതിയുടെ തീരുമാനങ്ങൾ എന്താണ്? തീർച്ചയായും ശ്രീജ, കൊല്ലത്ത് കനത്ത സുരക്ഷയിൽ തന്നെയായിരുന്നു എ പത്മകുമാറിനെ ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കിയത്. തുടർന്ന് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ശബരിമല ശ്രീകോവിലിന് മുന്നിലെ കട്ടിളപ്പടിയിലെ സ്വർണം കവർന്ന കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് ഉണ്ടായത്. തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് തൊട്ടു പിന്നാലെയാണ് അറസ്റ്റ് ഉണ്ടായത്. തെളിവുകൾ നിരത്തിയുള്ള SITയുടെ ചോദ്യം ചെയ്യലിൽ പത്മകുമാർ കുറ്റം സമ്മതിക്കുകയായിരുന്നു എന്നാണ്. തുടർന്നായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സ്വർണ്ണക്കൊള്ളയിലെ 6ാമത്തെ അറസ്റ്റാണ് ഇതോടെ പത്മകുമാറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായത്. എ പത്മകുമാറിനെ കോടതിയിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊല്ലം നഗരത്തിൽ കനത്ത സുരക്ഷയായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. ജഡ്ജിയുടെ വീടിന് സമീപത്തും അതുപോലെ തന്നെ കൊല്ലം നഗരത്തിലും സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. അന്വേഷണ സംഘം ജനറൽ ആശുപത്രിയിൽ എത്തുകയും വൈദ്യപരിശോധനയ്ക്ക് ശേഷമായിരുന്നു ഇന്ന് ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കിയത്. ശ്രീജ, എന്തായാലും 14 ദിവസത്തേക്ക് പത്മകുമാർ റിമാൻഡിലാണ് ഇപ്പോൾ. ശരി, S വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തി കൊല്ലത്തേക്ക് കൊണ്ടുപോയത്. രഹസ്യ കേന്ദ്രത്തിലായിരുന്നു രാവിലെ മുതൽ ചോദ്യം ചെയ്യൽ നടന്നിരുന്നത്. ഡാൻ കുര്യൻ നൽകും മറ്റ് വിശദാംശങ്ങൾ. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ അറസ്റ്റിലേക്കാണ് SIT ഇന്ന് കടന്നിരിക്കുന്നത്. രാവിലെ 10:30ക്കാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാൻ 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിന് നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ ആഴ്ചയും അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഉടൻ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നിർദ്ദേശം നൽകിയെങ്കിലും വ്യക്തിപരമായ അസൗകര്യം ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം സാവകാശം തേടുകയായിരുന്നു. തുടർന്ന് രണ്ടാമതും നോട്ടീസ് നൽകിയതോടെയാണ് ഇന്ന് രാവിലെ ഹാജരാകാൻ അദ്ദേഹം നിർബന്ധിതനായത്. ഒരുപക്ഷെ കടുത്ത നീക്കങ്ങളിലേക്ക് SIT കടന്നേക്കുമെന്ന കൃത്യമായ സൂചനകൾക്കിടയിലാണ് 10:30യോടെ വഴുതക്കാട് പോലീസ് ആസ്ഥാനത്ത് ക്രൈംബ്രാഞ്ച് മേധാവി ADGP H വെങ്കടേഷിന്റെ ഓഫീസിൽ പത്മകുമാർ എത്തിയത്. അദ്ദേഹത്തെ 4 മണിക്കൂറോളം വിശദമായ ചോദ്യം ചെയ്തതിന് ശേഷമാണ് തുടർ നീക്കങ്ങളിലേക്ക് SIT കടന്നത്. മുരാരി ബാബുവും സുധീഷ് കുമാറും അടക്കം നൽകിയ മൊഴികളിൽ കൃത്യമായി N വാസുവിനെയും അതോടൊപ്പം പത്മകുമാറിനെയും സംശയനിലയിൽ നിർത്തുന്ന പ്രതിക്കൂട്ടിലാക്കുന്ന ചില പരാമർശങ്ങളുണ്ടായിരുന്നു. എ പത്മകുമാറിന്റെ വസതിയിൽ വെച്ചടക്കം ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ SIT നേരത്തെ കണ്ടെടുത്തതാണ്. ഇത് ശരിവെക്കുന്ന മൊഴി മുരാരി ബാബുവും അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും അന്വേഷണ സംഘത്തിന് നൽകിയതോടെയാണ് പത്മകുമാറിന്റെ നില കൂടുതൽ പരിങ്ങലിലായത്. അങ്ങനെയാണ് മുൻ കോന്നി MLAയും അതോടൊപ്പം 2019 ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായിരുന്ന എ പത്മകുമാറിന് മുമ്പിൽ എല്ലാ സാധ്യതകളും അടഞ്ഞത്. നേരത്തെ തന്നെ ആഭ്യന്തര വകുപ്പ് കൃത്യമായി പത്മകുമാർ അറസ്റ്റിലായേക്കുമെന്ന വ്യക്തമായ ഒരു നിഗമനത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പത്മകുമാറിനെ സംരക്ഷിക്കേണ്ട എന്നൊരു നിലപാടിലേക്ക് ആഭ്യന്തര വകുപ്പ് എത്തുകയും ചെയ്തത്. ഒരുപക്ഷെ സർക്കാരും അത്തരത്തിലൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അങ്ങനെയാണ് സുപ്രധാനമായ അറസ്റ്റ് രേഖപ്പെടുത്തുകയും വൈകുന്നേരം ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പിന്നീട് കോടതിയിൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുന്നതിന് വേണ്ടി കൊല്ലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും റിമാൻഡ് ചെയ്തതിനു ശേഷം കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടി ഉടൻ തന്നെ അപേക്ഷ നൽകും. അങ്ങനെ N വാസുവിനെയും അതോടൊപ്പം എ പത്മകുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ളൊരു നീക്കം SITയുടെ ഭാഗത്ത് നിന്ന് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. വരുന്ന ദിവസമാണ് കേസിലെ 3ാമത്തെ ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടത്. ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പായി പത്മകുമാറിൽ നിന്ന് ലഭിക്കുന്ന പരമാവധി വിവരങ്ങൾ അടക്കം വെച്ചുകൊണ്ട് സമഗ്രമായൊരു റിപ്പോർട്ടാണ് 3ാമതായി ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിക്കുക. അതിനുശേഷം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും അവരെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള തുടർ നീക്കങ്ങൾ SITയുടെ ഭാഗത്തുനിന്നുണ്ടാകുകയെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ദേവസ്വം ബോർഡിലെ ജീവനക്കാരും വിവാദ സ്പോൺസറും മാറി അവിടെ നിന്ന് 2019 ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ പത്മകുമാറിലേക്ക് അന്വേഷണ സംഘം എത്തുമ്പോൾ
അവിടെ നിന്ന് ഇനി ആരിലേക്കെന്ന ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനോട് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ കേരളത്തിൽ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. ഇനി ഒരാളെയും പാർട്ടി സംരക്ഷിക്കില്ലെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ആദ്യ പ്രതികരണം. CPMന് ഒന്നും ഭയക്കാനില്ല. CPMന്റെ കൈകൾ ശുദ്ധമാണ്. പത്മകുമാറിന് ഒരു സംരക്ഷണവും ഉണ്ടാവില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഒരു പ്രതിരോധമില്ല. ഞങ്ങൾ മുമ്പേ പ്രതിരോധിച്ചു. ഒന്നാമത്തെ പ്രശ്നം വന്ന ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, ശബരിമല അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം ആരും കാക്കാൻ പറ്റില്ല. അതിൻ്റെ ഭാഗമായി ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് നടക്കുന്ന SIT അന്വേഷണം, ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആരൊക്കെയാണോ വേണ്ടത് അവരെല്ലാം പിടിക്കാം, ആവശ്യമായ അന്വേഷണം നടത്താം, ആവശ്യമായ നിലപാട് സ്വീകരിക്കാം, നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാം. അങ്ങനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഒരാളെയും സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല. ആരെയും സംരക്ഷിക്കുകയും ചെയ്യില്ല. ആർക്ക് വേണ്ടിയും ഏതെങ്കിലും രീതിയിലുള്ള നിലപാട് വ്യത്യസ്തമായി എടുക്കുകയും ചെയ്യില്ല. ഉറച്ച നിലപാട് അന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ആ പറഞ്ഞ നിലപാടിലാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത്. പാർട്ടിക്ക് യാതൊരു ഒന്നുമില്ല. പാർട്ടിക്ക് തോന്നുന്നു ഞങ്ങൾ ശുദ്ധമായ അതൊക്കെ വരട്ടേന്ന്. അത് അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യം ശരിയാവുമോ? ഇനി എന്തെല്ലാം വരാനുണ്ട്? എന്തൊക്കെ പ്രോസസ് കഴിഞ്ഞാലാണ് ഇവർ കുറ്റവാളിയാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാവുക? ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത് സ്വതന്ത്രമായിട്ടാണ് എന്നും ഒരു ഫയൽ പോലും തന്റെ മുന്നിൽ വന്നിട്ടില്ലെന്നും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ബോർഡിന്റെ തീരുമാനങ്ങൾക്ക് സർക്കാരിന്റെ അംഗീകാരം ആവശ്യമില്ല. ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും കുറ്റപത്രം സമർപ്പിക്കുന്നതുവരെ കാത്തിരിക്കാമെന്നും കടകംപള്ളി പ്രതികരിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായിട്ടുള്ള 5 ദേവസ്വം ബോർഡുകളും സ്വതന്ത്രമായ പ്രവർത്തനമാണ് നടത്തുന്നത്. ദേവസ്വം ബോർഡുകൾക്ക് ദേവസ്വം വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലോ മന്ത്രാലയത്തിലോ ഏതെങ്കിലും തരത്തിൽ ഒരു ഫയൽ അയക്കേണ്ട കാര്യമില്ല. ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ള ഒരു തീരുമാനവും ഗവൺമെൻറ്റിൻ്റെ അറിവോടെയല്ല, ഗവൺമെൻറ്റിന് താല്പര്യമുള്ള വിഷയമല്ല. അത് ഭക്തരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമാണ്. ഈ അന്വേഷണം എന്ന് പറയുന്നത് കുറ്റമറ്റൊരു അന്വേഷണ സംവിധാനമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഈ SITയെ നിയമിച്ചിരിക്കുന്നത്, അല്ലാതെ സംസ്ഥാന ആഭ്യന്തര വകുപ്പല്ല. ഹൈക്കോടതിയിലേക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനാണ് SITയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ തരത്തിലുള്ള ഒരു അന്വേഷണ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഞാൻ അന്നും പറഞ്ഞു, ആ അന്വേഷണം തീരുന്നതുവരെ, കുറ്റപത്രം സമർപ്പിക്കുന്നതുവരെ നമ്മൾ കാത്തിരിക്കുക. അന്വേഷണം അതിൻ്റെ ശരിയായിട്ട് ദിശയിൽ നീങ്ങുന്നു എന്നാണല്ലോ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നാണ് പത്മകുമാർ പറഞ്ഞതെന്നും പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോൾ ജാഗ്രത ഉണ്ടാവണമായിരുന്നുവെന്നുമാണ് CPM ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാമിന്റെ പ്രതികരണം. വിശദാംശങ്ങൾ ലഭിച്ച ശേഷം പാർട്ടി നടപടികൾ ആലോചിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്മകുമാർ നേരിട്ട് ഈ പ്രശ്നത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് SIT തുടരന്വേഷണത്തിൽ കണ്ടെത്തേണ്ട കാര്യമാണ്. അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഉണ്ടായ കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അദ്ദേഹം നേരിട്ട് അതിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം പ്രതിയാകും, അതുപോലെ തന്നെ വിചാരണ നേരിടുകയും ചെയ്യേണ്ടതായിട്ട് വരും. അതല്ല, ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ആ സ്ഥാനത്തിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ജാഗ്രത കുറവാണോ ഉണ്ടായത് എന്ന കാര്യം അവർ പരിശോധിക്കട്ടെ. തീർച്ചയായിട്ടും ഏത് പരിശോധനയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. അപ്പോൾ ആ പരിശോധന ആ കുറ്റത്തിന്റെ ഗൗരവം കൂടി കണക്കിലെടുത്ത് വേണം ചെയ്യാൻ. എന്തായാലും ഗവൺമെന്റിന്റെ ഈ നിലപാടുകൾ അത് മാതൃകാപരമാണ്. SITയുടെ നടപടി മാതൃകാപരമാണ്. SITയുടെ നടപടി ശക്തമായ നടപടിയാണ്. അത് തുടർന്നും ഇനി ആരെങ്കിലും ഇതിനെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടെ ഈ കേസിനകത്ത് അറസ്റ്റ് ചെയ്യുക മാത്രമല്ല, പ്രതി ചേർത്ത് അതിന്റെ അനന്തര നടപടികളിലേക്ക് പോകണം എന്നാണ്